കൊല്ലം അരിപ്പയിൽ കാട്ടുപോത്തിടിച്ച് വാഹനത്തിന്റെ നിയന്ത്രണം വിട്ടു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ജീപ്പ് മതിലിൽ ഇടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കൂടുതൽ വിവരങ്ങൾ കണ്ണൻ നായർ നൽകും. കണ്ണൻ, എപ്പോഴായിരുന്നു സംഭവം? പരിക്ക് ഗുരുതരമാണോ? രാത്രിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. സാധാരണ ഇത്തരത്തിൽ കാട്ടുപന്നിയുടെയൊക്കെ ആക്രമണത്തിൽ ഇങ്ങനെ പരിക്കേൽക്കുന്ന സംഭവങ്ങൾ നേരത്തെ കൊല്ലം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഭവം ആദ്യമാണ്. നേരത്തെ ഒരു കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരു ഗ്രഹനാഥൻ മരിച്ച സംഭവം കൊല്ലത്ത് ആയൂരിലുണ്ടായിരുന്നു. അതിനുശേഷം ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷമാണ് സമാനമായ രീതിയിലൊരു ആക്രമണം കാട്ടുപോത്തിൽ നിന്നുണ്ടാകുന്നത്. ജീപ്പിൽ സഞ്ചരിക്കുകയായിരുന്നു 5 അംഗ കുടുംബം. ആ ജീപ്പ് മുന്നോട്ട് പോകുന്നതിനിടെ ഒരു മതിൽ ചാടിക്കടന്നാണ് ഒരു കാട്ടുപോത്ത് വരുന്നത്. പെട്ടെന്ന് ആ കാട്ടുപോത്ത് ജീപ്പിലേക്ക് ഇടിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. ആ നിയന്ത്രണം വിട്ട് ജീപ്പ് സമീപത്തെ മതിലിലേക്ക് ഇടിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് അതാണ് കാണുവാൻ സാധിക്കുന്നത്. 5 പേർക്കാണ് പരിക്കേറ്റത്. പരിക്ക് സാരമുള്ളതല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈകിട്ടോടു കൂടിയാണ്, അല്പസമയം മുമ്പ് രാത്രിയോട് കൂടിയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അരിപ്പായ എന്ന് പറയുന്നത് കാടിനോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ്. ആ പ്രദേശത്ത് നിന്ന് കാട്ടിൽ നിന്നും ഇത്തരത്തിലുള്ള കാട്ടുപോത്ത് പുറത്തേക്ക് ഇറങ്ങിയതാകാം എന്നുള്ളതാണ് വനം വകുപ്പിന്റെ നിഗമനം. എന്തായാലും ആ പ്രദേശത്തെ ജനങ്ങൾ വലിയ ഭീതിയിൽ തന്നെയാണ്. കാര്യം ഈ പ്രദേശത്ത് രാത്രികാലങ്ങളിൽ ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുന്ന സമയത്ത് ബൈക്കിലൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായും ജീവൻ നഷ്ടമാകുന്ന തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അടിയന്തരമായി വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്.